സംഗീതം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ന് സംഗീതത്തിൽ വ്യത്യസ്തത തേടുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ സംഗീതത്തിൽ വ്യത്യസ്തത കൊണ്ട് വൈറലായ ഒരു പുരോഹിതൻ മ്യൂസിക് ഡേയിൽ നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജിതിനച്ചനാണ്. ജിതിനച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമ്മുടെ സ്വന്തം യോയോ അച്ഛൻ. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛ, അവിടെ നിന്ന് തുടങ്ങാം. ഈ യോയോ അച്ഛൻ എന്ന പേര് അത് കിട്ടിയത് അതെങ്ങനെയായിരുന്നു? ലോക സംഗീത ദിനത്തിൽ മീഡിയ വില്ലേജിലോട് സംസാരിക്കാൻ സാധിക്കൽ വലിയ സന്തോഷം. ലോക സംഗീത ദിനത്തിൻ്റെ എല്ലാ ആശംസകളും പ്രേക്ഷകർക്ക് നേരുകയാണ്. യോയോ അച്ഛൻ എന്ന പേര് വരാനുള്ളൊരു കാരണം, ഒരു ഗാനമേളയുടെ അവസരത്തിൽ ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണഗതിയിൽ പാട്ടുകൾ പാടി അപ്പോൾ ആളുകൾക്കൊരു സന്തോഷമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചങ്കാണ എന്നുള്ള പാട്ട്, ആ പാട്ടിൻ്റെ റിതത്തിനോടനുബന്ധിച്ച് യോയോയും ടിറൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആളുകൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആളുകൾ എന്നോടൊപ്പം കൈയടിക്കാൻ തുടങ്ങി, സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ ആ യോയോ എന്നുള്ള ഇടയ്ക്ക്, ആ പാട്ടിൻ്റെ ഇടയ്ക്ക് യോയോ കൊടുത്തുകൊണ്ട് പിന്നീട് കോമഡി ഉത്സവത്തിൽ വന്ന് അവരെന്നെ യോയോ ഫാദറാക്കി മാറ്റി. പാട്ടും ഡാൻസും യോയോ ഒക്കെ വെച്ച് അങ്ങനെ പാടാൻ സാധിക്കുമ്പോൾ അത് ആളുകൾക്കൊരു സന്തോഷം നൽകുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഗീതത്തിൻ്റെ പുതിയ മാനങ്ങളും പുതിയ ആശയങ്ങളും തേടുകയാണല്ലോ. അപ്പോൾ ലോക സംഗീത ദിനത്തിൽ എല്ലാവരെയും, എല്ലാ മനസ്സുകളെയും, എല്ലാ പ്രേക്ഷകരുടെ മനസ്സുകളെയും കുളിരണിയിപ്പിക്കുന്ന ഒരു സംഗീതം, അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്. അപ്പോൾ അതനുസരിച്ചാണ് ഇങ്ങനെ സംഗീതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്തീയ ഭക്തി ഗാനങ്ങളിലും അടിപൊളി ഗാനങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, ഒരു യോയോ വേർഷനൊക്കെ കൊടുക്കാം. അങ്ങനെയാണ് യോയോ ഫാദറായിട്ട് തീർന്നതെന്ന കാര്യം സന്തോഷത്തോടെ അറിയിക്കുകയാണ്. അച്ഛ, അതുപോലെ തന്നെ ഇപ്പം ഒരു പുരോഹിതനാണ്, ഒരു മ്യൂസിക് ഡയറക്ടർ, കമ്പോസറൊക്കെയാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു സംഗീതത്തിലേക്കുള്ള വരവ്? ആദ്യം തൊട്ടേ അച്ഛൻ പാട്ടുകളെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു. സംഗീതം ഒരു പാഷനായിരുന്നു, ഒരു അനുഗ്രഹമായിട്ട് ദൈവം തന്ന ഒരു സമ്മാനമായിട്ട് കരുതുകയാണ്. സ്കൂളുകളിലൊക്കെ പാടിക്കൊണ്ടിരുന്നപ്പോൾ സമ്മാനങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതൊരു ബൂസ്റ്റാണല്ലോ, ഒരു എനർജിയാണത്. തുടർന്ന് നല്ല ഒരു പാട്ടുപാടുന്ന ഒരു വൈദികനാകണം എന്നുള്ളൊരു സ്വപ്നമാണ് സെമിനാരിലേക്ക് ഒരു വൈദിക ജീവിതം തിരഞ്ഞെടുക്കാൻ എന്നെ നയിച്ചത്. അങ്ങനെ സെമിനാറിൽ എത്തിയപ്പോഴും ഒരുപാട് അവസരങ്ങൾ, പാട്ടുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അവിടെയുള്ള അധികാരികളും അതുപോലെ ബാച്ചുകാരായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഒരുപാട് അവസരങ്ങൾ തന്നു. ഒരുപാട് പാട്ടുകൾ കമ്പോസ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുകയുണ്ടായി. തുടർന്ന് സെമിനാരി പരിശീലനത്തിന് കൊയർ മാസ്റ്ററൊക്കെ ആയിട്ടിരുന്ന ഒരുപാട് ബാച്ചുകാരെ, അതുപോലെ കൊയറിനെയൊക്കെ നയിക്കാൻ സാധിച്ചു. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ സംഗീതത്തിൻ്റെ ഒരു അടിസ്ഥാനമായിരുന്നു, സംഗീത ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനമായിരുന്നു. തുടർന്ന് വൈദികനായി ശേഷം ഇടവകളിൽ നല്ല പാട്ട് കുർബാനയൊക്കെ കേട്ടപ്പോൾ ആളുകൾക്ക് ഭയങ്കര സന്തോഷമായി, ഇഷ്ടം തോന്നി. അപ്പോൾ കുറേ ആളുകൾ വരികളൊക്കെ, ലിറിക്സൊക്കെ എഴുതാൻ തുടങ്ങിയപ്പോൾ അവരൊക്കെ അച്ഛൻ സംഗീതം ചെയ്യണം എന്നുള്ള ഒരു അവരുടെ ആവശ്യപ്രകാരമൊക്കെ ഒരുപാട് ഗാനങ്ങൾ, ഒരു 50-ലധികം പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ സാധിച്ചു ദൈവസ്നേഹത്തിൽ. അതൊക്കെ ആളുകളുടെ മനസ്സിൽ കുടിയിരിക്കുന്ന ഒരു വലിയൊരു അനുഭവം ഉണ്ടായി. അതിൽ നിന്ന് പിന്നീട് ഗാനമേളകളിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടായി. ഗാനമേളകളിൽ പാടി, അപ്പോൾ ഈ പറഞ്ഞതുപോലെ അടിപൊളി പാട്ടുകളൊക്കെ പാടാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ സംഗീതം ദൈവത്തിൻ്റെ ഒരു ദാനമാണ്, സമ്മാനമാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവം തരുന്ന അവസരങ്ങളെ ഈ വൈദിക ജീവിതത്തിലൂടെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അത് ദൈവമഹത്വത്തിനായിട്ട് തന്നെ. ഇപ്പോൾ കോമഡി ഉത്സവത്തിലാണെങ്കിലും വലിയൊരു സുവിശേഷം കൊടുക്കാൻ സാധിച്ചു. ഒരു കുടുംബത്തിൻ്റെ ഒരു ഗാനം ആലപിച്ചിട്ട് സുവിശേഷത്തിൻ്റെ ഒരു വലിയ ചൈതന്യം കൊടുക്കാൻ സാധിച്ചു. പലരും അതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഈ അവസരത്തിൽ ഈ സംഗീതം, ഈ ലോക സംഗീത ദിനത്തിൽ സംഗീതം നമുക്കറിയാം എല്ലാവർക്കും അത് വരദാനമായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ വരദാനമായിട്ട് കിട്ടിയവർക്കൊക്കെ അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്, ഒരു സമ്മാനമാണെന്ന് ഉള്ള വലിയൊരു സന്ദേശം നൽകാൻ സാധിക്കും. അടുത്തൊരു ചോദ്യവും അത് തന്നെയായിരുന്നു. മ്യൂസിക്കിലൂടെ സുവിശേഷ പ്രഘോഷണം, ആ ഒരു ചിന്തയിലേക്ക് എത്തിയത് അതെങ്ങനെയായിരുന്നു? നമുക്കറിയാം, ഇപ്പം എപ്പോഴും വാക്ചാതുര്യം കൊണ്ട് നമുക്ക് കുറച്ച് സമയം പിടിച്ചു നിർത്താൻ പറ്റും. സംഗീതം കൊണ്ടാണെങ്കിൽ നമുക്കറിയാം സംഗീതം ഒരു അനന്തസാഗരമാണ്. ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് അവരെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇപ്പം വേദനിച്ചിരിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള രാഗങ്ങളും സംഗീതങ്ങളും ഉണ്ട്, പാട്ടുകളുണ്ട്. സന്തോഷത്തിലുള്ള ആളുകൾക്ക് അതുപോലെ അതിലുള്ള രാഗങ്ങളുണ്ട്, അതുപോലെയുള്ള കമ്പോസിങ് ഉണ്ട്. അതുപോലെ ഇപ്പം നമുക്ക് അതിന് ഓരോ കാലഘട്ടത്തിനും സമയബന്ധിതമായിട്ട് സംഗീതമുണ്ട്. രാവിലെ ആലപിക്കുന്നുണ്ട്, മധ്യാഹ്നത്തിൽ ആലപിക്കുന്നു, സായാഹ്നത്തിൽ. അപ്പം നമ്മുടെ ഈ സഭയുടെ ആരാധനക്രമ ഗീതങ്ങളും ഏകദേശം അതുപോലെ നമ്മൾ രമേശ പാട്ടുകളൊക്കെ ആ ഒരു സംഗീതത്തിൻ്റെ ഒരു ഭയഭക്തിപരമായിട്ടുള്ളൊരു സംഗീത ലെവലിലാണ്. അപ്പോൾ ഈ സംഗീതം കൊണ്ട് ലോകത്തിൽ സുവിശേഷത്തെ കൊടുക്കാൻ നമുക്ക് സാധിക്കും. കാരണം സംഗീതം ദൈവത്തിൽ നിന്ന് വന്നതാണ്. ദൈവം നമുക്ക് ഇംപ്രിൻറ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇന്നേറ്റ് ആയിട്ട്
അതായത് ജനനത്താൽ തന്നെ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു വലിയ ടാലന്താണ്, ഒരു കഴിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സംഗീതത്തിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കാരണം സൃഷ്ടാവിനെ മഹത്വപ്പെടുത്താനാണല്ലോ നമ്മളെല്ലാവരും ഈ ഭൂമിയിലായിരിക്കുന്നത്. അപ്പം ദൈവസ്നേഹത്തെയും ദൈവത്തിൻ്റെ കൃപകളെയും സന്തോഷങ്ങളെയും ഒക്കെ സംഗീതത്തിലൂടെ ലോകത്തിന് കൊടുക്കാനാകും. അത് ആർക്കാണെങ്കിലും, ലോകത്തിലുള്ള എല്ലാവർക്കും. പക്ഷേ ഇന്നതിപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. ഭയഭക്തിജനകമായിട്ട് നമുക്ക് സംഗീതത്തെ കൊണ്ടുവരാം. ഈ ലോക സംഗീതത്തിന് മതമില്ല, ജാതിയില്ല, വർണ്ണമില്ല, വിവേചനമില്ല. ദൈവം തന്ന ആ സൃഷ്ടി, കലാവൈഭവ സൃഷ്ടി, അത് നമുക്ക് ലോകത്തിൽ മുഴുവനായിട്ട് സുവിശേഷത്തിലൂടെ കൊടുക്കാൻ സാധിക്കും എന്ന് പറയും. അച്ഛൻ സംഗീത ജീവിതത്തിലേക്ക് വരുമ്പോൾ അച്ഛനൊരു വഴികാട്ടി അങ്ങനെ ഒരാൾ അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സംഗീതത്തിൽ വഴികാട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ തന്നെയാണ് വഴികാട്ടി. സംഗീതം പഠിക്കാനായിട്ട് ഇത് അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ മേജർ സെമിനാറികളൊക്കെ സെമിനാരി പരിശീലനത്തിൽ പ്രത്യേകിച്ച് നമുക്ക് സംഗീതമൊക്കെ അഭ്യസിക്കാൻ കുറച്ച് ഗുരുക്കന്മാരൊക്കെ വരും. അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നൊരു കാലത്തിൽ ഇങ്ങനെ സംഗീതം നൽകി എന്നുള്ളതല്ലാതെ സംഗീതം ഔദ്യോഗികമായിട്ട് പഠിച്ച് ചെയ്യാനുള്ളൊരു അവസരം കിട്ടില്ല. പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ഒരു വരദാനമാണെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് താനേ വന്നുകൊണ്ടിരിക്കും, ഒഴുകിക്കൊണ്ടേയിരിക്കും, അത് നിർഗളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സംഗീതം ഒരു അനന്ത സാഗരമാണെന്ന് പലപ്പോഴും പറയാറുള്ളത്. ആ സാഗരത്തിൽ നമ്മളിങ്ങനെ പലപ്പോഴും യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ നോക്കിക്കാണുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അച്ഛൻ ഒരുപാട് പാട്ടുകൾ കമ്പോസ് ചെയ്യാറുണ്ട്. ഇതുവരെ അച്ഛൻ എത്ര പാട്ടുകൾ കമ്പോസ് ചെയ്തു? ചോദിച്ചു കഴിയുമ്പോൾ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നറിയാം. എങ്കിലും അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പോസിഷൻ അതേതായിരുന്നു? പല ജോണേഴ്സിൽ ഏകദേശം 50-ലധികം പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ ആന്തങ്ങളായിട്ടുണ്ട്, പിന്നെ ഡിവോഷണൽ സോങ്സ് ആയിട്ടുണ്ട്, നാടൻ പാട്ടുകളായിട്ടുണ്ട്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പാട്ടുകളായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ക്രിസ്തീയ ഭക്തി, ഒരു പ്രണയഗാനം തന്നെ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അത് ഇതുവരെ വെളിച്ചത്ത് വന്നിട്ടില്ല. അപ്പോൾ എന്നോട് പലരും ചോദിക്കും, അച്ഛന്മാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നു. പക്ഷേ ഈ ദൈവത്തിൻ്റെ ഈ ജോണേഴ്സിലെല്ലാം ഉൾപ്പെടുന്നതാണല്ലോ. ഇപ്പം ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവത്തിൽ പ്രപഞ്ച സൃഷ്ടികളുണ്ട്, ചരാചരങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു മനുഷ്യ സൃഷ്ടിയിലും അതെല്ലാം ഇംപ്രിൻറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ജോണേഴ്സും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ നിൽക്കുമ്പോൾ ദൈവസ്നേഹത്തിലാണ് അത് ചെയ്യുന്നത്. അതാണ് ദൈവിക നന്മയാണ് അതിനകത്ത് കാണുന്നത്. അപ്പോൾ അത് ഒരു വലിയ ഒരു സന്ദേശമാണ്. അതുപോലെ ഈ പാട്ടുകളിലൊക്കെ എല്ലാം തന്നെ ഇഷ്ടമാണ്. കാരണം സ്വന്തം കുഞ്ഞിനെ ഒരു മോശമാണെന്ന് പറയത്തില്ല. അപ്പോൾ എല്ലാ പാട്ടുകളും തന്നെ ഒരു അനുഗ്രഹമായിട്ടുള്ള പാട്ടുകളാണ് സ്വാഭാവികമായിട്ട്. പിന്നെ ഒരു എല്ലാവർക്കും അങ്ങനെ പഴയ പോലെ എല്ലാവർക്കും അങ്ങനെ പാടാൻ പറ്റുന്നില്ല. കാരണം ഒരു സംഗീതത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ടുള്ളൊരു പാട്ടായതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും എന്നാലും പാടുന്നവരൊക്കെ ഉണ്ട് ഇന്ന് സമയങ്ങളിൽ. അതിനകത്ത് നല്ല പാട്ടുകളുണ്ട്. അതിലൊന്ന് രണ്ട് പാട്ടുകൾ ഈ കൊറോണ സമയത്താണ് കൂടുതലും ഗാനങ്ങൾ ഇറങ്ങിയത്. കാരണം മനുഷ്യൻ്റെ വേദനകളെ കാണുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഇറങ്ങിയ ദൂരെ ഇടവക പള്ളി തെളിയുന്നു, അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടവയിൽ പോകാൻ പറ്റുന്നില്ല, ഇടവയിലെ ആത്മീയ ശുശ്രൂഷകളൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പിന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു എന്നും ഒരു നിഴലായി കൂടെയുണ്ടമ്മ, അതായത് പരിശുദ്ധ അമ്മ എപ്പോഴും കൂടെയുണ്ടെന്നുള്ള ഒരു ചിന്തയിലുള്ള ആ ഒരു ഗാനം. പിന്നെ അതുപോലെ ഒരു പ്രണയഗാനം എഴുതിയത് അതും കൂടെ പാടാം. മധുരിമ നിറയും നിൻ ചിരിയിൽ. അങ്ങനെ ഒരു വലിയൊരു സംഗീത ശേഖരം തന്നെ കയ്യിലുണ്ട്. ഇപ്പോഴും കമ്പോസിങ്ങിനായിട്ട് ഒരുപാട് പേര് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. ദൈവത്തിന് മഹത്വം, ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അച്ഛാ, കോമഡി ഉത്സവത്തിലൂടെയാണ് യോയോ ഫാദർ എന്നുള്ളൊരു പേര് ലഭിച്ചത്. അപ്പം ഇന്ന് ഒരുപാട് പേര് അറിയുന്ന ഒരച്ഛനാണ്. ഈ മ്യൂസിക് ഡേയിൽ നമ്മളുടെ കാണുന്ന പ്രേക്ഷകരോട് അച്ഛൻ എന്താണ് പറയാനുള്ളത്? സംഗീതം താളാത്മകമാണ്, അതിനൊരു ഋതമുണ്ട്, പ്രകൃതിയുടെ ഒരു ഋതം. അപ്പോൾ ഇപ്രകാരമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. ഈ സംഗീതത്തിൻ്റെ താളം ലോകത്തിലുള്ള എല്ലാ ജനതകൾക്കും സമാധാനം നൽകട്ടെ. പ്രത്യേകിച്ച് അരക്ഷിതമായിട്ടുള്ള ഒരുപാട് അവസ്ഥകളുണ്ട്. മണിപ്പൂരിലെ കലാപം, അതുപോലെ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ പ്രശ്നങ്ങൾ, അതുപോലെ നമ്മുടെ ദേശത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ജനങ്ങളെല്ലാം ഒരുപാട് വേദനകളുടെ കടന്നു. അപ്പം ഈ പ്രകൃതിയുടെ താളം പോലെ തന്നെ സംഗീതത്തിൻ്റെ താളം സമാധാനത്തിനും ശാന്തിയിലേക്കും മനുഷ്യവർഗത്തെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യോയോ അച്ഛൻ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് ഒരു പാട്ട് പാടാതെ പോകുക എന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ അച്ഛൻ്റെ വൈറലായിട്ടുള്ള ഒരു പാട്ട് തന്നെ കേട്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. അച്ഛാ, ഞങ്ങൾക്ക് വേണ്ടി. സന്തോഷം. നമ്മളെല്ലാവരും എഡ്വിൻ കാരിക്കപ്പള്ളി, നമ്മുടെ ചങ്ങനാശ്ശേരി രൂപക്കാരൻ തന്നെയാണ് എഴുതിയ ചങ്കാണെന്നുള്ള പാട്ട് എല്ലാ വേദികളിലും പാടാറുണ്ട്. ആ പാട്ട് തന്നെ സന്തോഷത്തോടെ ഈ വേൾഡ് മ്യൂസിക് ഡേയിൽ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ചങ്കാണ് എൻ്റെ ചങ്കാണെൻ്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു, തീയണയ്ക്കാൻ എൻ്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്ന് എന്നെ വീണ്ടെടുത്തെൻ്റെ യേശു. യോ ചങ്കാണ്
എൻ്റെ ചങ്കാണെൻ്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ, എൻ്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്ന് എന്നെ വീണ്ടെടുത്തെൻ്റെ യേശു. സന്തോഷം. ഈ മീഡിയ വില്ലേജിലെ പ്രേക്ഷകരോട് സംസാരിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഇതിന് എല്ലാവിധ അനുഗ്രഹ ആശംസകളും ഈ വേൾഡ് മ്യൂസിക് സ്റ്റുഡിയോയിൽ ഉണ്ടാകട്ടെ. ഒരുപാട് കലാകാരന്മാർ ഇവിടെ വന്ന് കലകളെ മഹത്വപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി എല്ലാവരും. താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.